ഹലോ ഡിയർ യങ്സ്റ്റേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒല്ലൂർക്കാർക്ക് ഇന്നത്തെ ഒരു ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണല്ലേ. ഇനി അങ്ങോട്ട് നീണ്ടൊരു കാത്തിരിപ്പാണ് 9 ചൊവ്വാഴ്ച കഴിഞ്ഞു വരുന്ന ആ വലിയൊരു ആഘോഷത്തിനായിട്ട്. നാടെങ്ങും ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിച്ചു പോരുന്ന വിശുദ്ധ റപ്പാൽ മാലാഖയുടെ തിരുനാളിനായിട്ട്. നമുക്ക് ഈ ഒരു തിരുനാള് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട്, ഇത്തിരി ഒരു സ്പെഷ്യൽ ആയിട്ട് വിശുദ്ധ റപ്പാൽ മാലാഖയൊക്കെ അടുത്തറിഞ്ഞുകൊണ്ട് നമുക്ക് ആഘോഷിക്കാനായിട്ട് ശ്രമിച്ചാലോ. വിശുദ്ധ റപ്പാൽ മാലാഖയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടറടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാലാഖ സൗഖ്യം നൽകുന്ന മാലാഖ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തോബിത്തിന്റെ ജീവിതത്തിൽ തന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ദേവദൂതനായ വിശുദ്ധ റപ്പാൽ മാലാഖ അതിശക്തമായി ഇടപെട്ട് തോബിത്തിന്റെ കാഴ്ചയൊക്കെ തിരിച്ചു നൽകുന്നതൊക്കെ. നമ്മുടെ ലൈഫിലെ പലപ്പോഴും രോഗങ്ങളും വയ്യായികളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഡൗൺ ആയി ഈശോയോടൊക്കെ സംസാരിക്കാതെ പിണങ്ങിയിരിക്കുന്നവരാണല്ലേ. പക്ഷെ തിരുവചനത്തിൽ പറയുന്നുണ്ട് രോഗം വരുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ. പ്രാക്ടിക്കലി നമുക്കതിനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു അവസ്ഥയെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടു നൽകിയാൽ മതി. വിശുദ്ധ റപ്പാൽ മാലാഖയുടെ മധ്യസ്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിത്തിന്റെ കാഴ്ചകൾ ലഭിച്ചപ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തി എന്നൊക്കെ. നമുക്ക് നമ്മുടെ രോഗവും വയ്യായൊക്കെ മാറുന്ന ടൈമില് ദൈവത്തെ മഹത്വപ്പെടുത്താനും ആ ഒരു രോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിന് ഹിതമറിഞ്ഞ് നടക്കാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രമിച്ചാലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.